താങ്ക് യു. താഴെ വീട് കൂവിക്കോട്ടെ. കൂവിക്കോ, പക്ഷേ ഒരു റൗണ്ട് ഈ പാമ്പിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ അമ്മ ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? ക്വസ്റ്റ്യൻ. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. അഭിരാമി വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്. അയ്യാടാ, ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. ആ, എന്നാ പിന്നെ അനുഭവിച്ചു തന്നെ പഠിക്ക്. ഓ പഠിച്ചോളാം. സോ ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചു തരാം ഞാൻ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. അതും അഭിരാമിയെ പോലൊരു കുട്ടി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ, ആരെങ്കിലും ഒന്ന് ഉന്തി തള്ളി കൊടുക്കേ. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഭിരാമിക്ക്. അയ്യോ പ്ലീസ് ആമി, അത് വേണ്ട. കുറച്ച് കൂടി പോവും. കൂടി പോട്ടെ കണ്ണാടി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. ഇപ്പതാ അയാളെ കുതിരയെ നോക്കി എന്തോ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. അയാൾക്കിട്ടൊരു താങ്ങ് താങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി. എടി, നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരയുന്നു, മുത്തശ്ശ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞാ മതി. വാ, കം ഓൺ. പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാന്നാ. പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും, ബെത്ലഹേം ഡെന്നിസ്. അഭിരാമി, കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, എന്താ ഉണ്ടായത്? എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ. ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തശ്ശ. എന്നിട്ട് എന്നെ തൈലെന്ന് പറഞ്ഞു മുത്തശ്ശി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. ആരെങ്കിലും കയറി നോക്കോ അതിനകത്ത് പാമ്പുണ്ടോന്ന്? എനിക്കിനി ജീവിക്കണ്ട, ഞാൻ suicide ചെയ്യും. No, she is lying. Mutasha, she is lying. Get lost, you scoundrel.